നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ന്യൂസിലാൻഡിനെതിരെയുള്ള രണ്ടാമത്തെ ഏകദിനത്തിൽ ഇന്ത്യ കനത്ത പരാജയമാണല്ലോ ഏറ്റുവാങ്ങിയത്. 7 വിക്കറ്റിൻ്റെ പരാജയം. യങ്ങും അതുപോലെ ഡാരിൽ മിച്ചലും മിന്നും പ്രകടനം നടത്തി ഇന്ത്യൻ ബൗളർമാർക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും കളിയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. നമ്മൾ ഓർക്കേണ്ട കാര്യം, ന്യൂസിലാൻഡ് താരതമ്യേന ദുർബലമായിട്ടുള്ള അറ്റാക്കുമായിട്ടാണ് വന്നത്. ഒരു സെക്കൻഡ് സ്ട്രിങ് ടീം എന്ന് പറയാവുന്ന ടീമും കൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ODI സെറ്റപ്പിലുള്ള ചില മിസ്റ്ററികൾ, അതോടൊപ്പം ഉയരുന്ന ചോദ്യങ്ങൾ, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ പരിഗണിക്കുന്നുണ്ടല്ലോ, എങ്ങനെ അത് നീതീകരിക്കാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് 2 ഓവർ മാത്രം ബൗൾ ചെയ്യുകയും 7ാം നമ്പറിലൊക്കെ ബാറ്റ് ചെയ്യാൻ വരികയും പ്രത്യേകിച്ച് ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം എങ്ങനെ ഒരു ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്നു, ഇന്ത്യൻ ടീമിൽ സ്ഥിരമായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു മിസ്റ്ററിയാണ്. ഹർഷ്ദീപ് സിംഗ് എന്തുകൊണ്ട് കളിക്കുന്നില്ല, അദ്ദേഹത്തെ എന്തുകൊണ്ട് ബെഞ്ചിലിരുത്തുന്നു? ഇപ്പോൾ വേൾഡ് കപ്പ് ഉള്ളത് കൊണ്ടാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഹർഷിത് റാണയുടെ കാര്യം എന്ന ചോദ്യമോടെ വരുന്നുണ്ട്. പിന്നെ രവീന്ദ്ര ജഡേജ, ശരിയാണ്, ഗോട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രകടനമൊക്കെ വെച്ച് അങ്ങനെ പറയാം ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളൊന്ന് നോക്കുക. ഒന്നാമത്തെ ചോദ്യം, തീർച്ചയായിട്ടും രവീന്ദ്ര ജഡേജ സ്റ്റിൽ ODIയിൽ ഒരു ഓൾറൗണ്ടർ ആണോ, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓൾറൗണ്ടർ ആണോ? അപ്പോൾ ഈ ചോദ്യം വരുമ്പോൾ കുറേ ആളുകൾ പഴയ കാല പ്രകടനത്തിൻ്റെ മഹിമൊക്കെ എടുത്ത് പറയും. പക്ഷെ ഇത് ഓർക്കുക, കഴിഞ്ഞ 5 ഏകദിനങ്ങളിൽ അദ്ദേഹം ആകെ എടുത്തു ഒറ്റ വിക്കറ്റാണ്. അത് തന്നെയാണ് കാര്യം. മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാൻ പറ്റണം, അതിന് സാധിക്കുന്നില്ല. കഴിഞ്ഞ 5 ഏകദിനങ്ങളിൽ ഒരേ ഒരു വിക്കറ്റ് മാത്രമല്ല, സെയിം നമ്പർ ഓഫ് മാച്ചസിൽ നിന്ന് അദ്ദേഹം സ്കോർ ചെയ്തത് 87 റൺസ്. അവിടെയാണ് ഈ ഓൾറൗണ്ടർ എന്നുള്ള കാര്യത്തിൽ ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈസ് നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഓൾറൗണ്ടർ എന്നുള്ളത് തന്നെയാണ് നമ്മൾ മിസ്റ്ററിയുടെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം. നമുക്ക് അദ്ദേഹം 3 ഏകദിന മത്സരങ്ങൾ കളിച്ചു, ഒരു സിംഗിൾ വിക്കറ്റ് പോലും ഇതുവരെ എടുത്തിട്ടില്ല. അതാണ് അതിലെ കാര്യം. ഒപ്പം തന്നെ ഈ സെയിം നമ്പർ ഓഫ് ODIസിൽ നിന്ന് അദ്ദേഹം അടിച്ചിരിക്കുന്ന സ്കോർ 47 റൺസാണ്. ഇനിയിപ്പോൾ വേറെ ഓൾറൗണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ആയുഷ് ബദോനിയെയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൈം സ്പിൻ ബൗളിങ് ലിസ്റ്റ് ചെയ്യാൻ മത്സരങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് ഈ താരങ്ങളുടെ അവസ്ഥയെങ്കിൽ എന്തായിരിക്കും ആയുഷ് ബദോനിയുടേത് എന്നുള്ളത് തീർച്ചയായിട്ടും അത്ര ശുഭകരമാവില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ എന്താണ് ഇന്ത്യ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ, റിങ്കു സിംഗിനെ പോലെയുള്ള ഒരു ബെറ്റർ പ്ലെയർ, അദ്ദേഹം ഹാർഡ് ഹിറ്ററാണ്, അവസാന സമയത്തൊക്കെ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററൊക്കെ വേണം. അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ പുറത്തിരിക്കുന്ന കാര്യം കൂടി ഓർക്കണം. അതോടൊപ്പം ഉയരുന്ന സുപ്രധാനമായിട്ടുള്ള ചോദ്യം, ആർ യു എക്സ്പെക്റ്റിംഗ് റൺസ് ഫ്രം ഹർഷിത് റാണ എന്നുള്ളതാണ്. ഹർഷിതിനെ നിങ്ങൾ ഓൾറൗണ്ടർ ആക്കിയിട്ട് ഹർഷിതിൽ നിന്ന് സ്കോറിങ് വരട്ടെ എന്നാണോ കരുതുന്നത്? അങ്ങനെ ദേശീയ ടീമിൽ എടുത്തിട്ടാണോ ഒരാളെ ഒരു പ്രധാന ഓൾറൗണ്ടർ എന്ന രൂപത്തിലേക്ക് നിങ്ങൾ പരിവർത്തനം ചെയ്തെടുക്കേണ്ടത്? അപ്പോൾ ടീം കോമ്പിനേഷനിലെ പ്രശ്നങ്ങൾ ഇവിടെ ചോദ്യങ്ങളായിട്ട് വരികയാണ്. പിന്നെ നേരത്തെ ചോദിച്ചല്ലോ ഒരു ചോദ്യം കൂടി, ഹർഷ്ദീപ് സിംഗ് എന്തുകൊണ്ട് പുറത്തിരിക്കുന്നു എന്നുള്ളത്. ഇതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതാണ്. ഇതിനുള്ള ഉത്തരങ്ങൾ ഏതായാലും 2ാം മത്സരത്തിൽ കിട്ടിയിട്ടില്ല. അടുത്ത മത്സരത്തിലെങ്കിലും കിട്ടുമോ, കാത്തിരുന്ന് കാണാം. പിന്നെ ഇപ്പോൾ ഏകദിനത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് കാലാകാലത്തേക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതല്ല. ഈ T20 വേൾഡ് കപ്പ് എടുത്തതുകൊണ്ട് T20ക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വ്യക്തമാണെന്ന് കരുതുന്നു. നേരത്തെ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതാണ്. ഇപ്പോഴത്തെ ഈ ഒരു ടൈമിങ്, ഏകദിനത്തിൻ്റെ ടൈമിങ്, അതാണ് ന്യൂസിലാൻഡിലെ പല താരങ്ങളും ഇല്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ നമ്മൾ നോക്കണം. എന്തായാലും ഈ ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാണ്. ഇതിനുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത്. വരും മത്സരങ്ങൾ നമുക്ക് അതുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.